ഹായ് സ്റ്റുഡൻസ്, തേർഡ് സെമസ്റ്റർ BBA FI UGPക്കാരുടെ ഒരു സബ്ജക്റ്റാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴാണ് അവൈലബിൾ ആയത്. അപ്പോൾ എന്തായാലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻസ് എന്നുള്ള പ്രധാനമായിട്ടും നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും 7 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്നുള്ളത്, മെറ്റീരിയൽ അക്കൗണ്ടിങ് ആൻഡ് അനാലിസിസ്, ലേബർ അക്കൗണ്ടിങ് അനാലിസിസ്, ഓവർ ഹെഡും അനാലിസിസും, പിന്നെ മാർജിനൽ കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളുമാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വരുന്നത് അതിൻ്റെ പ്രാക്ടിക്കമാണ്, സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രാക്ടിക്കമാണ്. അപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 6 ചാപ്റ്റേഴ്സ് മാത്രമാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് ഏറ്റവും ചെറിയ രൂപത്തിലാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ കാണാൻ പറ്റുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പല കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഫസ്റ്റ് എന്താണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ചാപ്റ്റർ 1 എന്ന് പറയുന്നത്, ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ എടുത്ത പോലെ തന്നെ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ആയിരിക്കുമോ ചോദിക്കുക, ആ രീതിയിലായിരിക്കും ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളൊരു കേസാണ് എന്താണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നമുക്ക് നിങ്ങൾക്കൊരു 3 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം നമുക്കറിയാം ചിലവ് എന്ന് പറയുന്നത് എന്താണ്, പ്രൈസ് പെയ്ഡ് ഫോർ സംതിങ്. നമ്മളൊരു സാധനം അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണോ അതിന് വേണ്ടി മുടക്കുന്നത് അതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇറ്റ് മീൻസ് എനിത്തിങ് വിച്ച് ഈസ് ഗിവൺ ഓർ സാക്രിഫൈസ്ഡ് ടു ഒബ്റ്റെയിൻ സംതിങ്. എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നത് എന്തിനെയാണോ അതിനെ തന്നെയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു മീനിങ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പോയിന്റുകൾ നോട്ട് ചെയ്ത് പഠിക്കാം. എ കോസ്റ്റ് ഈസ് ഇൻകേർഡ് വെൻ എ റിസോഴ്സ് ഈസ് യൂസ്ഡ് ഫോർ സം പർപ്പസ്. എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഒരു റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിനെയാണ് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെൻ എ ബിസിനസ് എൻ്റർപ്രൈസ് പ്രൊഡ്യൂസേഴ്സ് ഓർ സെൽസ് ഗുഡ്സ് ഓർ സർവീസസ് ഇറ്റ് ഇൻകേഴ്സ് കോസ്റ്റ്. നമ്മളൊരു ബിസിനസ് സ്ഥാപനമാണ് നടത്തുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വിൽക്കപ്പെടുന്നത് സാധനങ്ങളോ സേവനങ്ങളോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തും സംഭവിക്കാം, അവിടെ കോസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ആ ഒരു കോസ്റ്റ് എന്നുള്ള ടേം എന്ന് പറയുന്നത് റിസോഴ്സസ് കൺസ്യൂംഡ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു സർവീസ് കിട്ടാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ വേണ്ടി എത്രത്തോളം റിസോഴ്സുകളെ നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടോ അതിനെ തന്നെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് എന്ന് പറയുന്നത് ഈ ഒരു ഡെഫിനീഷൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം CIMA ലണ്ടൻ ഡിഫൈൻസ് cost as the amount of expenditure. Cost as the amount of expenditure incurred on a given thing. അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് എന്തായാലും നിങ്ങൾ എഴുതേണ്ടതാണ് എക്സാമിന്. അപ്പോൾ ഇവിടെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്തൊക്കെയാണെന്നുള്ളത്. CIMA London defines cost as the amount of expenditure incurred on a given thing. എന്തെങ്കിലും നിങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യാനോ ഗുഡ്സോ സർവീസോ എന്താണോ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ്, എത്രത്തോളം എമൗണ്ട് അതിനു വേണ്ടി നമ്മൾ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുണ്ടോ അതിനെ തന്നെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചുരുക്കി പറയാലോ, കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി സ്പെൻഡ് ടു മേക്ക് ഓർ ബൈ സംതിങ്. എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടോ ചെലവഴിക്കുന്ന പണത്തിനെയാണ് എന്ത് പറയുന്നത്, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഇൻക്ലൂഡ്സ് മണി പെയ്ഡ് ഫോർ മെറ്റീരിയൽ. എന്തൊക്കെയായിരിക്കും ആ ചിലവ്? അത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മളതിന് സാധനങ്ങൾ വാങ്ങണം, അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വേണം, അതിന് വേണ്ട പണിക്കാർ, ആളുകൾ, തൊഴിലാളികൾ വേണം, ആൻഡ് മറ്റുള്ള സാധനങ്ങളും
ഇപ്പോൾ ഒരു ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും, അതായത് ആളുകളുടെ കഴിവും എക്സ്പെർട്ടൈസും സ്കില്ലും ഒക്കെ നമുക്ക് അവിടെ ആവശ്യമായിരിക്കും. അതിന് വേണ്ട മെറ്റീരിയൽസ് വേണം. ഇത് രണ്ടും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ നമുക്ക് ആ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ സഹായകമാവുന്ന എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരും. അപ്പോൾ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 സെൻറ്റൻസ് നിർബന്ധമായും പഠിക്കുക. ഫസ്റ്റ് സെൻറ്റൻസ് ഇത്, രണ്ടാമത്തത് ഈ ഒരു പോയിന്റ്, മൂന്നാമത്തത് ഈ ഒരു പോയിന്റ്. ഈ 3 പോയിന്റുമാണ് നിങ്ങളുടെ ഫസ്റ്റ് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് എന്താണ് ഈ ഒരു കോസ്റ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എവിടെയൊക്കെയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത് നോക്കാം. ഫസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ആണ് വരുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ടു മേക്ക് പ്രോഡക്ട്സ്. ഇനി സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടി വരുന്ന കോസ്റ്റിനാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കമ്പനിക്ക് അതിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്യണം. ഇതിനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലേബർ കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ മണി പെയ്ഡ് ടു വർക്കേഴ്സ്. നമുക്ക് ഈ സാധനങ്ങൾ നമ്മുടെ സ്റ്റോറിൽ എത്തിച്ചുകൊണ്ട് മാത്രം പ്രൊഡക്റ്റായി മാറില്ല. അതിനുവേണ്ടി പണിയെടുക്കുന്നതിന് ആളുകളെ വെക്കണം, സ്റ്റാഫുകളെ വെക്കണം, വർക്കേഴ്സിനെ വെക്കണം. അപ്പോൾ അവർക്കൊക്കെ എന്ത് കൊടുക്കണം? നമ്മൾ അവർക്ക് കൂലി അല്ലെങ്കിൽ ശമ്പളം കൊടുക്കണം. അപ്പോൾ അവിടെയും നമുക്കൊരു ചിലവ് വരുന്നുണ്ട്. അവർക്ക് വേജസോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സോ ഒക്കെ കൊടുക്കണം. അങ്ങനെ ലേബേഴ്സിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവിനെയാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി സാധനങ്ങളും ആളുകളും എത്തിയതുകൊണ്ട് മാത്രം നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? കാരണം മറ്റുള്ള കുറേ കാര്യങ്ങൾ കൂടി വേണം. ചിലപ്പോൾ മെഷീനറി വേണം, അല്ലെങ്കിൽ കറണ്ട് വേണ്ടി വരും, ഓഫീസിലുള്ള സാധനങ്ങൾ വേണ്ടി വരും, അതിന് വേണ്ടി ഒരു ഓഫീസിന് നമുക്ക് കെട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിലവുകളാണ് ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് റണ്ണ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിനെ തന്നെയാണ് ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ആർ നോട്ട് ടൈഡ് ടു മേക്കിംഗ് വൺ പ്രോഡക്റ്റ്. അതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ആ ഒരു ചിലവല്ല പറയുന്നത്. അപ്പോൾ അതുമായി വരുന്ന മൊത്തത്തിലുള്ള ചിലവുകൾ, അതിനാണ് ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് വരുന്നത്. ഇനി ഇവിടെ കോസ്റ്റ് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വരുന്ന ചിലവിനെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ വേണം? മെറ്റീരിയൽ വേണം, അതിനുള്ള ലേബേഴ്സ് വേണം, പിന്നെ ചില ഓവർ ഹെഡ് കോസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോസ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് പറഞ്ഞാൽ ദീസ് ആർ ദ കോസ്റ്റ് റിലേറ്റഡ് ടു മാനേജിങ് ദ ബിസിനസ് ആൻഡ് സെല്ലിംഗ് പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ബിസിനസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ വരുന്ന കോസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഇൻക്ലൂഡ് സാലറീസ് ഓഫ് മാനേജേഴ്സ്. നമുക്കിതിനൊക്കെ നടത്തിപ്പിന് വേണ്ടിയിട്ട് മാനേജേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ടി വരും, അവർക്ക് സാലറി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പരസ്യമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചിലവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇത് അടുത്ത 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് ഓർ ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടിങ്? അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ട ഒരു 2-3 പോയിന്റുകളുണ്ട്. അതിലത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അതേപോലൊരു അക്കൗണ്ടിങ്ങിൻ്റെ വേറൊരു ബ്രാഞ്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് നമുക്ക് കുറച്ച് പോരായ്മകൾ, ലിമിറ്റേഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ദ മെയിൻ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു? അത് ഒരിക്കലും ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് അവിടെ കാണിക്കുന്നില്ല. അത് മെയിനായിട്ട്
ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസിനെ ആയിരുന്നു, അല്ലാണ്ട് ഒരിക്കലും ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനെയല്ല. ഇറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ ഫോർ എക്സ്റ്റേണൽ യൂസ്. നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എക്സ്റ്റേണൽ യൂസിനാണ്, അല്ലാണ്ട് ഇൻറ്റേർണൽ കൺട്രോളിനല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ കൺട്രോളിങ് വേസ്റ്റ് ഓർ ഇംപ്രൂവിങ് എഫിഷ്യൻസി. അതൊരിക്കലും ആ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമതയെ കൺട്രോൾ ചെയ്യാനോ ഇംപ്രൂവ് ചെയ്യാനോ വേണ്ടിയിട്ട്, വേസ്റ്റിനെ കൺട്രോൾ ചെയ്യാനോ ഇംപ്രൂവ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് സഹായകമായിരുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് ദീസ് ലിമിറ്റേഷൻ ദാറ്റ് ഹാവ് ലെഡ് ടു എമർജൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വന്നതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിച്ചത്, പുതിയതായി രൂപം കൊണ്ടത്, കോസ്റ്റ് അക്കൗണ്ടിങ് രൂപം കൊണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട പോയിൻ്റാണ് ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പോയിൻറ്റും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് 3 മാർക്കിന് ചോദിച്ചാൽ എഴുതേണ്ട ടോപ്പിക് ഇതാണ്. ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചാൽ, അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് ടെർമിനോളജി പബ്ലിഷ്ഡ് ബൈ CIMA യുടെ നിർദ്ദേശപ്രകാരം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടേമാണ് എന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്താണെന്നുള്ളത് നോക്കാം. ഇതാണ് ഡെഫിനേഷനായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഏതിൻ്റെ പാർട്ടാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ഫിനാൻഷ്യൽ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, മറ്റുള്ള സെമസ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, എത്ര ബ്രാഞ്ചുകളുണ്ട് അക്കൗണ്ടിങ്ങിന്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ആ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന അക്കൗണ്ടിങ് ആണ് ഏത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വിച്ച് എസ്റ്റാബ്ലിഷസ് ബഡ്ജറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ, പ്രോസസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ പ്രോഡക്ട്സ് ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസസ്, പ്രോഫിറ്റബിലിറ്റി ഓർ സോഷ്യൽ യൂസ് ഓഫ് ഫണ്ട്സ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ അറിയാൻ പറ്റും, ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അതും അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ്, എത്ര നമ്മൾ ചെയ്യുന്ന ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി എല്ലാറ്റിനും വരുന്നതായിട്ടുള്ള ടോട്ടലായിട്ട് വരുന്ന കോസ്റ്റുകളാണ് അവിടെ അറിയുന്നത്. അതിനെ കൃത്യമായി ബഡ്ജറ്റ് ചെയ്യണം, അതിനൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടായിരിക്കണം, ഒരു ആക്ച്വൽ കോസ്റ്റ് ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസിനും പ്രോസസ്സിനും ഡിപ്പാർട്ട്മെൻറ്റിനും പ്രോഡക്റ്റിനും ഒക്കെ ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസും പ്രോഫിറ്റബിലിറ്റിയും അല്ലെങ്കിൽ സോഷ്യൽ യൂസ് ഓഫ് ഫണ്ടും ഇതിനെക്കുറിച്ചെല്ലാം ഒരു ധാരണ വേണമെങ്കിൽ നമുക്ക് ഏത് വേണം, കോസ്റ്റ് അക്കൗണ്ടിങ് വേണം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ഒന്നുകൂടി സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആസ് എ ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റം സെറ്റപ്പ് ഫോർ റെക്കോർഡിംഗ്, അനലൈസിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യണം, അനലൈസ് ചെയ്യണം, കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ആവുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ഫോർമൽ സിസ്റ്റം ഫോർ റെക്കോർഡിംഗ് കോസ്റ്റ്. ഒരു സാധനമോ സേവനമോ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോസ്റ്റിനെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമലായിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. എത്ര തരത്തിൽ കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് മീനിങ് ഓഫ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ ബേസിസിൽ പറയുന്നുണ്ട്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ, ചെയ്യുന്ന ഫങ്ഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നത് 5 കാറ്റഗറീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷന്. അതായത് നിങ്ങൾക്ക് 6 മാർക്കിലൊക്കെ ചോദ്യം വരാം, അത് മാത്രം ഏതൊക്കെയാണല്ല. അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഫിനാൻസിങ് കോസ്റ്റ്. ഫങ്ഷൻ്റെ ബേസിസിൽ, അതൊക്കെ ഓരോ ഫങ്ഷനല്ലേ, മാനുഫാക്ചർ ചെയ്യുക,
അഡ്മിനിസ്റ്റർ ചെയ്യുക, സെല്ല് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഫിനാൻസ് ചെയ്യുക, അതൊക്കെ. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ വേരിയബിലിറ്റി. ഇനി ബിഹേവിയറിൻ്റെ ബേസിസിൽ എങ്ങനെയാണ്, അതിനെന്തൊക്കെയാ? അവിടെ നമുക്ക് ക്ലാസിഫിക്കേഷൻ, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ് ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ്. അപ്പം 4 ഇവിടെയും വന്നു. ബിഹേവിയറിൻ്റെ ബേസ്, ആദ്യത്തത് ഫങ്ഷൻ്റെ ബേസിസിലാണ്, രണ്ടാമത് ബിഹേവിയറിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ബിഹേവിയറിൻ്റെ ബേസിസിൽ ഉള്ളതാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച്. അതിൻ്റെ പ്രത്യേകത എന്താ? അത് ഒരിക്കലും മാറില്ല, ഒരു മാറ്റവും സംഭവിക്കില്ല. വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ചസ് ഇൻ ദ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ബിസിനസ്സിൽ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിനൊന്നും അനുസരിച്ച് ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്ന കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്താ? ഫിക്സഡ് ആണ്, അതൊരിക്കലും മാറില്ല. നമ്മൾ എത്ര വോളിയം ഓഫ് പ്രൊഡക്ഷൻ നടത്തിയാലും മാറില്ല. വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്, നമ്മളിപ്പോൾ 10,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ചിലപ്പോൾ അത് 15,000 ആയിട്ട് കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 10,000 ആയിട്ട് കുറയ്ക്കേണ്ടി വരും. പക്ഷേ എന്ത് തന്നെ പ്രൊഡക്ഷൻ നടത്തിയാലും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അത് ഒരിക്കലും സമയത്തിനനുസരിച്ച്, അത് മാറുന്നത് എന്തിനനുസരിച്ച് മാത്രമായിരിക്കും? സമയത്തിനനുസരിച്ച് മാത്രമായിരിക്കും മാറുക. അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റിനെ പറയുന്ന പേരാണ് ടൈം കോസ്റ്റ് അല്ലെങ്കിൽ പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു കാലയളവ് അല്ലെങ്കിൽ ഒരു സമയം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് പേര് വന്നത്? ടൈം കോസ്റ്റ് അല്ലെങ്കിൽ പീരീഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ ഫിക്സഡ് ഓൺലി അപ് ടു എ സർട്ടൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും മാറില്ല എന്നൊക്കെ പറയുമ്പോഴും ഒരു പരിധി വരെ മാത്രമേ ഇതിന് മാറാതിരിക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു നിശ്ചിത ലെവൽ ഓഫ് ആക്ടിവിറ്റി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? അത് മാറിത്തുടങ്ങും. ലോങ് റണ്ണിലേക്ക് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഫിക്സഡ് കോസ്റ്റ് പിന്നീട് എന്തായി മാറും? അത് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റായിട്ട് മാറും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ വോളിയം ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ എന്തായി മാറണം? ആ ഒരു ഔട്ട്പുട്ടിൻ്റെ വോളിയം മാറുന്നതിനനുസരിച്ച് അതും മാറിക്കൊണ്ടിരിക്കും. കാരണം റെൻറ്റ്, റേറ്റ്, സാലറി, വേജ്, പെർമനൻ്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ, അവരുടെ ഇൻഷുറൻസ്, മുനിസിപ്പൽ ടാക്സസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഫിക്സഡ് കോസ്റ്റിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദോസ് കോസ്റ്റ് വിച്ച് ആർ ഡയറക്ട്ലി വിത്ത് ചേഞ്ച് ഓഫ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ വോളിയം ഓഫ് ഔട്ട്പുട്ട്. എത്രയാണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, അത് ചേഞ്ച് ആവണതനുസരിച്ച് വരുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം വെൻ വോളിയം ഓഫ് ഔട്ട്പുട്ട് ഇൻക്രീസസ്, ഇപ്പോൾ 10,000 യൂണിറ്റ് 15,000 ആക്കി കൂട്ടുമ്പോൾ അവിടെ വേരിയബിൾ കോസ്റ്റും ഒപ്പം തന്നെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇൻക്രീസ് ആവുന്നു. അപ്പോൾ ഔട്ട്പുട്ട് ഡിക്രീസ് ആവുമ്പോഴോ ഇതേപോലെ വേരിയബിൾ കോസ്റ്റും ഡിക്രീസ് ആവുന്നു. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ചേഞ്ചസ് ഉണ്ടായിരിക്കുക. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്, ലേബർ, ഓവർ ഹെഡ് എക്സ്പെൻസുകൾ, സെയിൽസ്മാൻ്റെ കമ്മീഷൻ, ഇതെല്ലാം വേരിയബിൾ ഓവർ ഹെഡിന് എക്സാമ്പിളാണ്. ഇനി ഇതിന് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ദീസ് ഡയറക്റ്റ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റിനെ പറയുന്ന വേറൊരു പേരുടെ പ്രോഡക്റ്റ് കോസ്റ്റ് എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ വരുന്ന കോസ്റ്റൊക്കെ ഡയറക്റ്റ് കോസ്റ്റുകളാണ്. ഇനി അടുത്ത കോസ്റ്റാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സെമി വേരിയബിൾ, അപ്പോൾ പകുതി മാത്രം ഫിക്സഡും പകുതി വേരിയബിളും ആയിരിക്കുന്ന ആ ഒരു കോസ്റ്റിനെയാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടെലിഫോൺ ചാർജസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ്, റിപ്പയർ, പവർ ചാർജ്, ഡിപ്രീസിയേഷൻ, സൂപ്പർവിഷൻ കോസ്റ്റ്, ഇതെല്ലാം സെമി വേരിയബിളിന് എക്സാമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പറഞ്ഞ വേറൊരു പേരാണ് മിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ സെമി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെമി വേരിയബിൾ കോസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത് പകുതി അത് ഫിക്സഡ് ആയിരിക്കും, ബാക്കി പകുതി അത് വേരിയബിൾ ആയിരിക്കും. ഇനി നാലാമത്തെ കോസ്റ്റാണ് സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ സ്റ്റെപ്സ്, ഓരോ സ്റ്റെപ്പ് കൂടുന്തോറും അവിടെ എന്താണ് ഈ കോസ്റ്റും വ്യത്യാസം വരിക. ദ റിമെയിൻ ഫിക്സഡ് ഓവർ എ റേഞ്ച് ഓഫ് ആക്ടിവിറ്റി ആൻഡ് ദെൻ ജംപ്സ് ടു എ ഹയർ ലെവൽ വെൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഇൻക്രീസസ് ബിയോണ്ട് എ സർട്ടൻ പോയിന്റ്. ഒരു പ്രത്യേക പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി എന്താവും? കൂടിക്കൊണ്ടേ പോവും. അപ്പോൾ സ്റ്റെപ്പ് കോസ്റ്റിനെ പറഞ്ഞാൽ അതുകൊണ്ടാണ് വേറൊരു ചങ്കി കോസ്റ്റ് എന്ന് പറയുന്നത്.
സ്റ്റെപ്പ് കോസ്റ്റ് ഈസ് എ വേരിയൻ്റ് ഓഫ് സെമി വേരിയബിൾ കോസ്റ്റ്. ഈ സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ടാണ് സ്റ്റെപ്പ് കോസ്റ്റ് വരുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയ സാധനങ്ങൾ ഇൻസ്പെക്ഷൻ നടത്തുക, സൂപ്പർവൈസർക്ക് സാലറി, ക്യാൻറ്റീൻ സ്റ്റാഫ് വേജസ്, ഇതൊക്കെയാണ് സ്റ്റെപ്പ് കോസ്റ്റിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഒരു ഗ്രാഫ് പേപ്പറിൽ സ്റ്റെപ്പ് കോസ്റ്റിനെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഷേപ്പ് ആയിരിക്കും കിട്ടുക? ഇറ്റ് ഗെറ്റ്സ് ദ ഷേപ്പ് ഷേപ്പ് ഓഫ് സ്റ്റെപ്പ്. ഏകദേശം ഒരു സ്റ്റെപ്പിൻ്റെ ഷേപ്പിലായിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പേരും കൂടിയിട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്ത് ഫങ്ഷൻ്റെ ബേസിലായിരുന്നു. രണ്ടാമത്തെ കേസിൽ അതിൻ്റെ ബിഹേവിയറിന് അല്ലെങ്കിൽ വേരിയബിലിറ്റിയുടെ ബേസിലായിരുന്നു. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഐഡൻറ്റിഫയബിലിറ്റിയും ട്രേസബിലിറ്റിയുടെ ബേസിലാണ് നമ്മൾ പറയുന്നത്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും. അപ്പോൾ ഇവിടെ പറയുന്ന ഓരോ കോസ്റ്റുകളും നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് വരാം, 6 മാർക്കിൻ്റെ വരാം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ എഴുതുകയാണെങ്കിൽ ഇതൊരു എസ്സേ ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പോൾ എന്താണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൃത്യമായിട്ട് നമുക്ക് കൺവീനിയൻ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വിത്ത് എ പെർട്ടിക്കുലർ കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് ആർ നോൺ ആസ് ഡയറക്റ്റ് കോസ്റ്റ്. അതായത് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോസ്റ്റ് യൂണിറ്റിലോ കോസ്റ്റ് സെൻറ്ററിലോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ്ലി ചാർജബിൾ ആണ് ടു എ പ്രോഡക്റ്റ്, ആക്ടിവിറ്റി ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു, ലേബേഴ്സിനെ നമ്മൾ വെക്കുന്നു, മാനുഫാക്ചറിങ്, അതൊക്കെയാണ് ഈ ഡയറക്റ്റ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് കോസ്റ്റ് ഇപ്പോൾ എന്തായിരിക്കും? നമുക്ക് ഒരിക്കലും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ് അല്ല. കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ യൂണിറ്റോ കോസ്റ്റ് സെൻറ്ററിനോ നമുക്ക് അറിയാൻ പറ്റാത്ത കോസ്റ്റുകളെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. കോമൺ ടു എ നമ്പർ ഓഫ് കോസ്റ്റ് യൂണിറ്റ്സ് ഓർ കോസ്റ്റ് സെൻറ്റേഴ്സ്. ഇവിടെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അനുയോജ്യമായ രീതിയിൽ അതിനെയൊക്കെ തരംതിരിക്കുക, അപ്പോർഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ടോട്ടൽ ഡയറക്റ്റ് കോസ്റ്റിന് തന്നെയാണ് എന്ത് പറയുന്നത്? ഓവർ ഹെഡ് എന്ന് പറയുന്നത്. ഫാക്ടറിയിൽ മാനേജറുടെ സാലറി കൊടുക്കണം, ഫാക്ടറിക്ക് റെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ, മെഷീനറി, ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് കോസ്റ്റിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ബൈ അസോസിയേഷൻ വിത്ത് ടൈം ആൻഡ് പീരീഡ്. നമ്മളുടെ ആ ഒരു സമയത്ത് വരുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാലയളവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കോസ്റ്റിനെ തരംതിരിച്ചിട്ടുണ്ട്. അതിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, പ്രോഡക്റ്റ് കോസ്റ്റ്, പീരിയോഡ് കോസ്റ്റ് ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഹിസ്റ്റോറിക്കൽ, പ്രോഡക്റ്റ് കോസ്റ്റ്, പീരീഡ് കോസ്റ്റ് ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ്. അപ്പോൾ അതിൽ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് ആർ ദ കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ആഫ്റ്റർ ദ ഈവൻറ്റ് ടേക്ക് പ്ലേസ്. അപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ്, അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതല്ല, ആ കഴിഞ്ഞു പോയ സംഭവത്തിന് വേണ്ടിയിട്ടുണ്ടായ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ദേ ആർ നത്തിങ് ബട്ട് ആക്ച്വൽ കോസ്റ്റ്. ആക്ച്വലി ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചിലവ് വന്നോ അതിനെയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് വിച്ച് ആർ ഡയറക്റ്റ്ലി അസോസിയേറ്റ് വിത്ത് ദ പ്രോഡക്റ്റുമായി ഡയറക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കോസ്റ്റിനെയാണ് പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ടാവാം, ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതേപോലെ തന്നെ ഫാക്ടറിയിൽ ഓവർ ഹെഡുകൾ വരാം. പ്രധാനമായിട്ടും മാനുഫാക്ചറിങ് കോസ്റ്റ് ഒക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പീരീഡ് കോസ്റ്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പീരീഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പെൻസസ് ചാർജ് ചെയ്യുക, അതിന് വേണ്ട കോസ്റ്റ് ചാർജ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പീരീഡ് വിച്ച് ദേ ഇൻകേർഡ്. ഏത് വർഷത്തിലാണോ നമുക്ക് പ്രോഫിറ്റും ലോസും ഒക്കെ സംഭവിച്ചാൽ ആ ഒരു കാലയളവിൽ ഉണ്ടായിരിക്കുന്ന കോസ്റ്റ്, അതൊക്കെ ടൈമിൻ്റെ ബേസിസിൽ വരുന്നതാണ്. എക്സ്പെൻസ് ഓഫ് ഫിക്സഡ് നേച്ചർ ലൈക്ക് ഡിപ്രീസിയേഷൻ, റെൻറ്റ്, സാലറി, ഇൻഷുറൻസ്, ഇതെല്ലാം ഫിക്സഡ് ആണ്, ട്രീറ്റഡ് ആസ് എ പീരീഡ് കോസ്റ്റ്. അപ്പോൾ ആ ഒരു വർഷത്തേക്ക് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആ ഒരു കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? പീരിയഡ് കോസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ പെയ്ഡ് ഓൺ ഓഫീസ് ബിൽഡിംഗ് ഈസ് എ പീരിയഡ് കോസ്റ്റ് വൈൽ റെൻറ്റ് ഈസ് പെയ്ഡ് ഓൺ എ ഫാക്ടറി ബിൽഡിംഗ് ഈസ് എ പ്രോഡക്റ്റ് കോസ്റ്റ്. അപ്പോൾ രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസ് ബിൽഡിങ്ങിന് റെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പീരിയഡ് കോസ്റ്റ്, കാരണം അത് ഇത്ര കാലത്തേക്ക് എടുക്കുക എന്നാണ് പറയുന്നത്. വൈൽ റെൻറ്റ് പെയ്ഡ് ഓൺ എ ഫാക്ടറി ബിൽഡിംഗ് ആണെങ്കിൽ അത് പ്രോഡക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് പറയാം. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ആണ്. പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ മുൻകൂട്ടിയിട്ട് ഏകദേശം ഇത്ര കോസ്റ്റ് വരുന്ന ഡിറ്റർമിൻ ചെയ്ത് വെക്കുക, മുൻകൂട്ടി നിശ്ചയിക്കുക, അതിനെയാണ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെയാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ എന്ന് പറയുന്നത്. മാനേജീരിയൽ ഡിസിഷൻ്റെ ബേസിസിൽ ഉള്ള കോസ്റ്റുകളാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ 5 ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. കാരണം ഇതിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആൻഡ് ഓൾസോ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ സങ്ക് കോസ്റ്റ് ആണ് അതിൽ പറയുന്നത്. എന്താണ് ഈ സങ്ക് കോസ്റ്റ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കോസ്റ്റ്, സംഭവിച്ചു കഴിഞ്ഞ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. which have already been incurred as a result of a decision make in the past. നമ്മൾ മുന്നേ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് അത് നടപ്പിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിനെയാണ് ഇത് പറയുന്നത്. ഇനി സച്ച് കോസ്റ്റ് കനോട്ട് ബി റിവേഴ്സ്ഡ്, ഇതൊരിക്കലും നമ്മൾ സംഭവിച്ചു കഴിഞ്ഞു ഇതിന് റിവേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡിസിഷനിൽ റിവൈസ് ചെയ്യാനോ ഒന്നും സാധ്യമല്ല എന്നാണ് പറയുന്നത്. ദീസ് ആർ നോട്ട് റെലവൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ഈ കോസ്റ്റ് ഒരിക്കലും ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻ്റ് അല്ല, ആവശ്യമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് എക്സാമ്പിൾ ഓഫ് സങ്ക് കോസ്റ്റ്. നമ്മളുടെ സ്ഥാപനത്തിലേക്ക് വേണ്ട കുറച്ച് പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ വാങ്ങി, അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അതുകൊണ്ട് അതൊരു എന്തായിട്ടാണ്, സങ്ക് കോസ്റ്റ് ആയിട്ടാണ് പറയുന്നത് എന്നുള്ളതാണ് പറയുക. കാരണം ഓൾറെഡി നമ്മൾ അതിലേക്ക് എന്താ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, ആ ഇറക്കിയ എമൗണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാനോ ആ ഡിസിഷനെ ഇറിവേഴ്സിബിൾ ആയിരിക്കും ആ ഡിസിഷൻ എന്നാണ് പറയുക, തിരിച്ചെടുക്കാനോ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കോസ്റ്റിനെയാണ്, അതാണ് മാനേജറിയൽ ഡിസിഷൻ്റെ ബേസിൽ വരുന്ന കോസ്റ്റാണ് സങ്ക് കോസ്റ്റ്. അടുത്തതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സിലത്തെ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ വിട്ട് കളഞ്ഞിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും അത് നേടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന കോസ്റ്റിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറഞ്ഞ വേറൊരു പേരാണ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ, കോസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒന്നിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ആ ഒരു കോസ്റ്റിനെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ആൻ ഓൺഡ് ബിൽഡിംഗ് ഈസ് പ്രപ്പോസ് ടു ബി യൂസ്ഡ് ഫോർ എ ന്യൂ പ്രോജക്ട്, ലൈക്ലി റെന്റ് ഓഫ് ദ ബിൽഡിംഗ് ഇഫ് ഇറ്റ് ഈസ് റെൻറ്റഡ് ഔട്ട് ഈസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമുക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് വേണ്ട, വാടക കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെൻറ്റിന് കൊടുക്കുക എന്നുള്ളത് എന്താണ്, അതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അപ്പോൾ എപ്പോഴും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ് തന്നെയായിട്ടാണ് അവിടെ പറയുന്നത്. അടുത്തതാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ഇൻ ടോട്ടൽ കോസ്റ്റ് ബിറ്റ്വീൻ ടു ഓൾട്ടർനേറ്റീവ് ഈസ് കോൾഡ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. അപ്പോൾ നമ്മളുടെ മുന്നിൽ 2 മാർഗങ്ങളുണ്ട്, സ്വീകരിക്കണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ആ ആദ്യത്തെ മാർഗം ഉപയോഗിക്കുമ്പോൾ എന്ത് കോസ്റ്റ് വരും, രണ്ടാമത്തെ മാർഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് കോസ്റ്റ് വരും. അപ്പോൾ ആ 2 മാർഗങ്ങൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ 2 കോസ്റ്റ് നമുക്ക് വരുമ്പം അവ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അതിനാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ആവുകയോ ഡിക്രീസ് ആവുകയോ ചെയ്യണം, എന്തിനനുസരിച്ച്, ഓൺ ദ ചേഞ്ചസ് ഇൻ ദ സ്പെസിഫിക് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. നമ്മുടെ കോസ്റ്റിലെ ഏതെങ്കിലും എലമെൻറ്റ്സ് മൂലം അതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു കോസ്റ്റ് അവിടെ ഡിഫറൻഷ്യൽ കോസ്റ്റ് കൂടുകയോ കുറയുകയൊക്കെ ചെയ്യാം. ആ ഒരു ഓപ്പറേഷനിൽ വരുന്ന വേരിയേഷൻ കൊണ്ടാണ് നമ്മൾ ബിസിനസ് മാറി ചിന്തിക്കാനോ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു കോസ്റ്റാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസിഷൻ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഇൻ കോസ്റ്റ്, ചിലപ്പോൾ ചില ഡിസിഷൻ എടുക്കുമ്പം ചിലവ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ത് പറയാം, ആ സമയത്ത് ഇൻക്രിമെൻ്റ് കൂടുതൽ ചെയ്യുന്നത്, അപ്പോൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയാം. ചില ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് കുറയാനുള്ള സാധ്യത ഉണ്ട്, അതിന് എന്ത് പറയാം, ഡിക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഡിസിഷൻ എടുക്കുമ്പം കോസ്റ്റ് കൂടുകയാണെങ്കിൽ അതെന്താണ്, ഇൻക്രിമെൻ്റലും, കുറയുകയാണെങ്കിൽ അതിനെ ഡിക്രിമെൻ്റൽ എന്നും പറയാം. ഇനി അടുത്തതാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതൊരു നോഷണൽ കോസ്റ്റ് ആണ്, കാരണം ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കോസ്റ്റിൻ്റെ പ്രത്യേകത, ഇതൊരു ആക്ച്വൽ കോസ്റ്റ് അല്ല. ദീസ് ആർ ദ എക്സ്പെൻസസ് വിച്ച് ആൻ ഓൺട്രപ്രണർ
paid to himself. അതായത് ഇവിടെ പേയ്മെൻറ്റ് വരുന്നത് ആർക്ക് തന്നെയാണ്? സ്വന്തം ആരാണോ ബിസിനസ് നടത്തുന്നത് അവർക്ക് വരുന്ന പേയ്മെൻറ്റുകളെയാണ് ഇതിൽ പറയുന്നത്. അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇമ്പോർട്ടഡ് കോസ്റ്റ് കൺസിഡർ ചെയ്യുന്ന എപ്പോൾ മാത്രമാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആ ഒരു സമയത്താണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് വരുന്ന റെൻറ്റ് അത് ഇംപ്യൂട്ടഡ് കോസ്റ്റാണ്. ഓണർക്കുള്ള സാലറി, ഇൻട്രസ്റ്റ് ഓൺ ഓൺഡ് ക്യാപിറ്റൽ നമ്മുടെ തന്നെ ക്യാപിറ്റലിനുള്ള ഇൻട്രസ്റ്റ്, പിന്നെ ഏതെങ്കിലും അസറ്റിൻ്റെ വാല്യൂ ലോസ് ആവുക ഇൻഫ്ലേഷൻ കാരണം. അപ്പോൾ ഇതെല്ലാമാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റിന് വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ് ക്യാഷ് ഔട്ട് ഫ്ലോ, നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഫ്യൂച്ചറിലോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടോ ക്യാഷ് പുറത്തോട്ട് ഔട്ട്ഫ്ലോ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, റിപ്പയർ, റെൻറ്റ്, ഇൻഷുറൻസ് ഇതെല്ലാം ചെയ്യുമ്പോൾ പണം അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നു, അമോർട്ടൈസ് ചെയ്യുന്നു. ഇൻടാഞ്ചിബിൾ അസറ്റ് ഡു നോട്ട് ഇൻവോൾവ് എനി ക്യാഷ് ഫ്ലോ. അപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റ് സംഭവിക്കുമ്പോൾ അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ അത് നമ്മൾ കാണിക്കുന്നില്ല, പക്ഷേ ആക്ച്വലി ഒരു ക്യാഷും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അതിനെയാണ് എന്ത് പറയുക, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. അതായത് ഇതൊരിക്കലും ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് അല്ല. നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ മെറ്റീരിയൽ വാങ്ങി ലേബറിന് നമ്മൾ കൂലി കൊടുത്തു പറയുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോണ പൈസയാണത്. അപ്പോൾ അതിനെയാണ് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഷട്ട് ഡൗൺ കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കുക. ഷട്ട് ഡൗൺ അതായത് ഫിക്സഡ് ആയിട്ട് വരുന്ന കോസ്റ്റ് വിച്ച് വിൽ ബി ഇൻകേർഡ് ഈവൺ ഇഫ് ദ പ്ലാന്റ് ഈസ് ക്ലോസ്ഡ് ഡൗൺ ടെമ്പററി ഡ്യൂ ടു റോ മെറ്റീരിയൽ. നമുക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കാനുള്ള റോ മെറ്റീരിയൽ കിട്ടിയില്ല, ആളുകൾ പണിക്ക് വന്നില്ല, സ്ട്രൈക്കും കാര്യങ്ങളായിട്ട് ഒരു വല്ല ഇടയ്ക്ക് ലീവായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതൊരു അടച്ചുപൂട്ടലിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് അല്ലേ, തൽക്കാലമെങ്കിലും പോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റെൻറ്റ്, റേറ്റ്, ഡെപ്രീസിയേഷൻ, മെഷീനറിയുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, ഇൻട്രസ്റ്റ്, ബോറോഡ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുക, പെർമനൻറ്റ് സ്റ്റാഫിന് സാലറി കൊടുക്കുക, ഇതെല്ലാം ഷട്ട് ഡൗൺ കോസ്റ്റിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. കുറച്ച് കാലത്തെങ്കിലും നമ്മുടെ ഫേമോ അല്ലെങ്കിൽ ബിസിനസ് അടച്ചിടേണ്ടി വരുന്നതിനോടനുബന്ധിച്ച് വരുന്ന കോസ്റ്റുകൾ. പിന്നെ വരുന്നതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് പറഞ്ഞാൽ ഒരു അഡീഷണൽ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് വരുന്ന കോസ്റ്റ്. ഇപ്പോൾ 100 യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ 101ാമത്തെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു എക്സ്ട്രാ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് കൺവേർഷൻ കോസ്റ്റ്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, കൺവേർട്ട് ചെയ്യുക, റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിലൂടെ വരുന്ന കോസ്റ്റിനെയാണ് കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ആയിട്ടുള്ള ഡയറക്റ്റ് ലേബർ കോസ്റ്റും ഡയറക്റ്റ് എക്സ്പെൻസുകളും ആൻഡ് മാനുഫാക്ചറിങ് ഫാക്ടറി overhead. It may be noted that conversion costs exclude the cost of direct material. ഈ ഒരു കോസ്റ്റിൽ ഒരിക്കലും ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ഉൾപ്പെടില്ല. ആൻഡ് ലാസ്റ്റ് കോസ്റ്റ് ആണ് റെലവൻറ്റ് കോസ്റ്റ്. റെലവൻറ്റ് പറഞ്ഞാൽ ഇപ്പോഴും അതിന് സാധുതയുണ്ട് എന്നാണ് പറയുന്നത്. കോസ്റ്റ് വിച്ച് ഹാവ് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡിസിഷൻ മേക്കിംഗ് ആർ കോൾഡ് റെലവൻറ്റ്. റെലവൻറ്റ് പറഞ്ഞത് ഇപ്പോഴും അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ചിലപ്പം ആ ഒരു റെലവൻ്റ് ആയിട്ട് ഇപ്പോൾ ആവശ്യമുള്ള ഡെസിഷൻ മേക്കിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കോസ്റ്റിനാണ് റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് പറയും. കാരണം വിൽ ചേഞ്ച് ഡ്യൂ ടു മാനേജറൽ ഡെസിഷൻ. ആ കോസ്റ്റ് മാനേജർ എടുക്കുന്ന തീരുമാനം പോലെ ഇരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ഡിസിഷൻ എടുക്കുന്ന സമയത്തും മാനേജ്മെൻറ്റ് ഡിസൈഡ് ചെയ്യണം അതിൻ്റെ കോസ്റ്റ് എത്രത്തോളം റെലവൻ്റ് ആണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ആകെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്തൊക്കെയാണ്, കോസ്റ്റ് എന്താണെന്നുള്ളത് നോക്കുക, അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ 3 മാർക്കിനും 6 മാർക്കിനും എസ് ക്വസ്റ്റ്യനായിട്ടും പലപ്പോഴും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഓൾറെഡി നിങ്ങൾക്ക് BComനും BBAക്കും ഒക്കെ പഠിക്കാനുള്ളൊരു സബ്ജക്റ്റാണത്.
അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസുമാണ് ഇതെല്ലാം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എടുത്ത ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്